നമ്മുടെ സർക്കാരും ഗോവിന്ദചാമിയും തമ്മിൽ ഇത്രയും വലിയൊരു അവിഹിത ബന്ധമുണ്ടെന്നുള്ളത് പ്രതിപക്ഷം പറഞ്ഞിട്ടാ നമ്മളറിയണത്. എന്തോടേ ഒരു കോമൺ സെൻസ് ഉള്ളൊരു കാര്യം പറഞ്ഞുകൂടെ? ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ആളുകളല്ലേ നിങ്ങളൊക്കെ? ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊക്കെ തോന്നിയ അഭിപ്രായങ്ങളുള്ള സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എൻകൗണ്ടർ പ്ലാൻ ചെയ്തിട്ട് പോലീസ് നടത്തിയിട്ടുള്ള ഒരു ഡ്രാമയാവാനാണ് സാധ്യത. ഞാനതിന് സാധ്യത പറയണതിൻ്റെ പ്രധാന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഈ ഒരു വ്യക്തി പുറത്ത് ജീവിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നക്കാരനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദചാമി എന്ന് പറയുന്നത്. ഇയാൾ കുറച്ചൊന്നല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ബിരിയാണി ചോദിച്ചു തന്നില്ലെങ്കിൽ തെറി വിളിക്കുക, അതേപോലെ ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു. അതുകൂടാണ്ട് മലം വാരി എറിയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിനെ സഹിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. പിന്നെ പൊതുജനം ആഗ്രഹിക്കുന്ന മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനൊക്കെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു വഴി അവിടെ ഉണ്ടാക്കാം, മാർക്ക് വേണമെങ്കിലും. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതൊക്കെ. ചിലപ്പോൾ അതിൻ്റെ കുറച്ച് പിന്നാമ്പുറ കഥകളൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ട് കുറേ പബ്ലിക് പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഗോവിന്ദചാമി തടിക്കുന്നു വെളുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തോന്നിടേ എങ്കിൽ ജയിലിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ എവിടേക്കും പോകാതെ ഒരു വീടിൻ്റെ ഉള്ളൊക്കെ ഇരുന്ന് തിന്ന് കുടിച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യന്മാരും ഒരു ഇത്തിരി തടിക്കും, ഒരു ഇത്തിരി വെളുക്കും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന എല്ലാവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് അതൊക്കെ എടുത്ത് പിന്നെ നികുതിപ്പണം തിന്നുന്നു. അവരവിടെ പണിയെടുക്കുന്നുണ്ട്. അതെന്താ നിങ്ങൾ പറയാത്തത്? ഓക്കെ, ഇനി കഷ്ടപ്പെട്ട് നികുതിപ്പണം നമ്മുടെ ചിലവിലൊക്കെ അവർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയിട്ടാണ്. അത് അയാൾ മാത്രമൊന്നുമല്ല, എല്ലാ ക്രൈം ചെയ്തിട്ട് അതിനുള്ളിൽ കിടക്കുന്ന എല്ലാ ആളുകളും നമ്മുടെ നീതിപഥം തന്നെ നിന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു കാര്യം തന്നെ. അത് ആ സിസ്റ്റം ഒരിക്കലും നമുക്ക് മാറ്റാനും പറ്റില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഗോവിന്ദചാമിനെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരോട് എനിക്ക് അവരോട് പറയണത്, അതൊരു പ്രാകൃത ഒരു കാടൻ നിയമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ വധശിക്ഷ എന്ന് പറയുന്നത്. അതിന് പകരം നമുക്ക് ഇവർക്ക് ഒരു നല്ലൊരു പനിഷ്മെൻറ്റ്, അതായത് നേരെ നിൽക്കാൻ പറ്റരുത്, നേരെ നിൽക്കാനുള്ള സ്പേസ് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തടവറലാക്കുക. അതുകൊണ്ടാണ് വെളിച്ചപ്പോലും വരരുത്, മിതമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്നിട്ട് ഇവരെ പാർപ്പിക്കുക. എന്നിട്ട് അവർ അവസാനം ഗതിയില്ലാണ്ട് നമ്മുടെ പറയണം എന്നെ ഒന്ന് കൊന്നുതരുമെന്ന് ചോദിക്കണം. അതൊരു ദയാവധം. അപ്പോൾ ആ ദയാവധത്തിന് ഒരു കോടതി അപ്രൂവൽ കൊടുക്കേണ്ടത് അപൂർവങ്ങളായിട്ടുള്ള ഇത്തരം ക്രിമിനലുകൾക്കെതിരെ മാത്രമേ പാടുള്ളൂ കേട്ടോ. അത് കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ അവരൊരു ദയാവധത്തിന് എഴുതി കൊടുക്കുന്ന ആ സമയത്താണ് കൊന്നുകളഞ്ഞേക്ക്. കാരണം അവർക്ക് വേണ്ടാത്തൊരു ജീവിതമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നടപ്പിലാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് സർക്കാരിനുണ്ട്. കാരണം അവർക്ക് ഇനി മുന്നോട്ട് ജീവിതം ഇല്ല എന്ന് സ്വയം തീരുമാനം. അതിപ്പോൾ അവരുടെ കാര്യം മാത്രമല്ല, ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലായാലും അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ആൾ